ത്രൂ ഔട്ട് കോമഡി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഒരു ഫാമിലി റോളർ കോസ്റ്റർ ആണ് ഈ സിനിമ. അതിൻ്റെതായ എല്ലാ ഒരു കുഞ്ഞു കുഞ്ഞു മധുരങ്ങളും ഈ സിനിമയ്ക്ക് ഉണ്ട്. പിന്നെ ജഗദീശങ്ങൾ കുറെ നാളായി കോമഡി ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ട്, അപ്പൊ അതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ഫാക്ടറാണ്. അച്ഛൻ തന്നെ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കും എന്നുള്ളതൊന്നും നമ്മൾ അച്ഛനായിട്ട് അതെ, അതും ഇത്രയും കോമ്പിനേഷൻ ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ അയ്യോ, അത് എക്സ്ട്രാ സ്പെഷ്യലാണ്. എല്ലാവർക്കും വേണ്ട ഉത്തരം ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലൊക്കെ ആണ്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാനത് ശ്രദ്ധിച്ചു. അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞുള്ളൂ, അതല്ല ഞാൻ പറഞ്ഞത്. ജോക്കറാണ് എന്റെ ഓൾ ടൈം ഫേവറേറ്റ് പടം അമ്മയുടെ. നെപ്പോക്കിഡ്സിന് എന്താ ഒരു പ്രശ്നം? നമുക്ക് പെട്ടെന്ന് ആ ട്രെയിലർ കാണുമ്പോൾ ആ ഒരു പ്ലോട്ടില് നമുക്ക് ഗോഡ് ഫാദറോട്ടൊരു സിമിലാരിറ്റി ഒക്കെ തോന്നിയേക്കാം. അങ്ങനെ എന്തെങ്കിലും. എല്ലാവരും കല്യാണരാമനാണ് പറയാ. ഭരതനാട്യത്തിൽ ആ സീനും എന്നെ ഭീകരമായി ഇൻഫ്ലുവൻസ് ചെയ്തൊരു സീനാണ്. ചിന്തിക്കാൻ പറ്റില്ല എനിക്ക് ആ സീൻ ഇപ്പോഴും വിഷ്വലി. ഈ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കത്തിന് പോകുമ്പോ അമ്മ, ഇതൊരു കോമഡി കഥാപാത്രം എന്ന് അന്ന് ഡയറക്ടറൊക്കെ പറയുമ്പോ അമ്മ പറയൂ അത്ര, എനിക്ക് കോമഡി ചെയ്യാനൊന്നും അറിയില്ല. വാഴയിൽ കാണിച്ചത് എക്സാക്ട്ലി സെയിം ആണ്. ഞാനൊക്കെ ആ സമയത്ത് എനിക്ക് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇമോഷൻ ബ്രേക്ക് ആവും. അനുഭവിച്ചിട്ടുള്ളവർക്ക് അത് എനിക്ക് കണ്ണെന്ന് അറിയാണ്ട് ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സീൻസ് ഒന്നും. ഞാൻ ഒരു ഇന്റർവ്യൂലും പറഞ്ഞിട്ടില്ല, ഇവിടെ പറഞ്ഞു തോന്നുന്നു. റിലീസാകാനിരിക്കുന്ന മധുവിധു എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്ന ബിന്ദു പണിക്കരുടെയും സായ്കുമാറിൻ്റെയും മകൾ കല്യാണി പണിക്കർ. വെൽക്കം ടു മലയാള സിനിമ കല്യാണി. താങ്ക് യു സോ മച്ച്. കല്യാണി, ഇപ്പോൾ ഈ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതായത് മലയാള സിനിമയിൽ നായികയായിട്ട് അരങ്ങേറ്റം കുറിക്കുന്നു, നല്ലൊരു പ്രൊഡക്ഷൻ ബാനർ, മലയാള സിനിമയിലെ മികച്ച ആക്ടേഴ്സിനൊപ്പമാണ് അഭിനയിക്കുന്നത്, പിന്നെ റിയൽ ലൈഫിൽ അച്ഛൻ തന്നെ റിയൽ ലൈഫിലും അച്ഛനായി വരുന്നു. ഈ ഒരു മൊമെന്റ് കല്യാണി ലൈഫിൽ എപ്പോഴെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? സിനിമയിൽ വരുന്നത് തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു ഭാഗ്യമാണ്. ഇത്രയും നല്ലൊരു ബാനർ, നല്ലൊരു ഹീറോ, നല്ല എന്താ പറയാ, എവറിത്തിങ് ഫോൾ ഇൻ പ്ലേസ് എന്ന് പറയില്ലേ, അത്രയും മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണല്ലോ നമ്മുടെ. മാനിഫെസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അച്ഛൻ തന്നെ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കും എന്നുള്ളതൊന്നും നമ്മൾ അച്ഛനായിട്ട് അതെ, അതും ഇത്രയും കോമ്പിനേഷൻ ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ അയ്യോ, അത് എക്സ്ട്രാ സ്പെഷ്യലാണ്, എബവ് മാനിഫെസ്റ്റേഷൻ. ഇപ്പോൾ അച്ഛനുമായിട്ടുള്ള കോംബോ സീൻസ്, സായ്കുമാർ സാറുമായിട്ടുള്ള കോംബോ സീൻസ്, ഇപ്പോൾ റിയൽ ലൈഫിൽ അച്ഛനായിട്ട് അച്ഛൻ്റെ ചില സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ചും അച്ഛന് മകളോടുള്ള കരുതൽ കാണുമല്ലോ. അപ്പോൾ അത് റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ട്രെയ്റ്റ്സ് ആ റിയൽ ലൈഫിൽ അച്ഛൻ്റെ ആ ഒരു ക്യാരക്ടറിലുണ്ടായിരുന്നോ? ഇല്ല, അത് ഭയങ്കര, അച്ഛൻ ഷൂട്ടിംഗ് സെറ്റിൽ വേറെ ആർട്ടിസ്റ്റ്, അവിടെ ഇരുന്നോളും. അങ്ങനെ എന്താ പറയാ, ഒരു വീട്ടിലുള്ള പോലെ. അത് കട്ട് പറഞ്ഞാൽ വേറെയാണ്. എനിക്കും ആദ്യത്തെ അനുഭവമാണല്ലോ, നമുക്കും അറിയില്ലല്ലോ എങ്ങനെയായിരിക്കും സിനിമയില് അച്ഛൻ വന്ന. അയ്യോ, എനിക്ക് ആദ്യം ടെൻഷനായിരുന്നു. പക്ഷെ അത് ഭയങ്കര, എനിക്ക് തോന്നുന്നു അച്ഛനായതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കൂടെ ഉള്ളത്, അച്ഛൻ്റെ കൂടെ കോമ്പിനേഷൻ വന്നപ്പോൾ എനിക്ക് അത് ഭയങ്കര അനുഗ്രഹമാണെന്ന് തോന്നി, ഭയങ്കര നാച്ചുറൽ ആയി എന്ന് തോന്നി എനിക്ക്. എന്നോട് പറയും ഡയറക്ടർ വിഷ്ണു അരവിന്ദാണ്, വിഷ്ണു ചേട്ടൻ്റെയും എൻ്റെയും ഡെബ്യൂ ആണ് ഈ പടം. വിഷ്ണു ചേട്ടൻ പറയും എന്നോട്, നീ ഭയങ്കര സ്പീഡാ വർത്താനം പറയുന്നതിൽ, ഇപ്പൊ ചില സീൻ എടുക്കുമ്പോൾ ഡബിന് കിട്ടൂല. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഞാൻ എങ്ങനെ പറഞ്ഞു. അപ്പൊ കൂടുതലും ഞാൻ നോട്ട് ചെയ്തപ്പോ അത് അച്ഛന്റെ കൂടെയുള്ള സീൻസാ. അതായത് ഞാൻ നാച്ചുറൽ ആണ് അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്ന, സ്പീഡിലാണ് സംസാരിക്കുന്നത്. ഡബ് ചെയ്യാനും ഞാൻ കഷ്ടപ്പെട്ടു. പക്ഷെ അത് ഭയങ്കര നല്ലതായിരുന്നു. ഈ സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയാമോ? പറയാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാ, എന്താ ഇപ്പൊ പറയണ്ടെന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്തെങ്കിലും ട്വിസ്റ്റ് ഒക്കെ ഉണ്ടോ? ഇതൊരു കുട്ടിപ്പടാണ്, ഞാൻ എല്ലായിടത്തും അതാ പറഞ്ഞ, ഒരു കുഞ്ഞു പടാണ്. കാരണം ഇതിനകത്ത് ജഗദീഷ് ആണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് എല്ലാ ക്യാരക്ടറും സിനിമയുടെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഒരു വെടി പൊട്ടിക്കും എന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു. അപ്പൊ അതാണോ റീസൺ കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റാത്ത? എല്ലാവർക്കും ഇങ്ങനെ ഓരോ സെന്റൻസസ്, ഇപ്പൊ ജഗദീശങ്ങളാണെങ്കിലും എല്ലാവരും ഇങ്ങനെ പറയും. അപ്പൊ ഒരു എന്താ പറയാ, ഒരു പവർ ഇൻട്രോ എന്നൊക്കെ പറയില്ലേ, സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. ഇത് ആക്ച്വലി ഒരു കുഞ്ഞു പടമാണ്. പക്ഷെ എന്താ പറയാ, പറഞ്ഞ പോലെ എല്ലാവരും, ഇപ്പൊ ജഗദീഷ് സർ ഭയങ്കര എക്സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഒരു ത്രൂ ഔട്ട് കോമഡി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഒരു ഫാമിലി റോളർ കോസ്റ്റർ ആണ് ഈ സിനിമ. അതിൻ്റെതായ എല്ലാ ഒരു കുഞ്ഞു കുഞ്ഞു മധുരങ്ങളും ഈ സിനിമയ്ക്ക് ഉണ്ട്. പിന്നെ ജഗദീശങ്ങൾ കുറെ നാളായി കോമഡി ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ട്, അപ്പൊ അതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ഫാക്ടറാണ്. പിന്നെ ഷർഫക്ക ഒബ്വിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്രയും ഒരു ജൽ ക്യാരക്ടേഴ്സ് കാണാൻ. പിന്നെ എൻ്റെ കഥാപാത്രം സ്നേഹ മാർക്കോസ് എന്നാണ് പേര്, നസ്രാണി കുട്ടിയാണ്. അപ്പോൾ ട്രെയിലറിൽ തന്നെ ഉണ്ട്.
അപ്പോൾ ഈ ഒരു കഥാപാത്രം, അതായത് സ്നേഹ മാർക്കോസ്, അതിനകത്ത് ട്രെയിലർ പറയുന്നുണ്ടല്ലോ, അതായത് കുറേ നാളായി പെൺകുട്ടികളൊന്നും ഇല്ലാത്തൊരു വീട്ടിലേക്ക് ആദ്യമായിട്ടൊരു പെൺകുട്ടി വിവാഹം കഴിച്ച് പോകുന്നതാണ്. നമുക്ക് പെട്ടെന്ന് ആ ട്രെയിലർ കാണുമ്പോൾ ആ ഒരു പ്ലോട്ടിൽ നമുക്ക് ഗോഡ് ഫാദറോട്ടൊരു സിമിലാരിറ്റി ഒക്കെ തോന്നിയേക്കാം. അങ്ങനെ എന്തെങ്കിലും ചില സിമിലാരിറ്റീസ് അങ്ങനെ ഒരുപാട് ഇപ്പൊ ഗോഡ് ഫാദർ ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂവിൽ ആദ്യം ചോദിച്ചു, എല്ലാവരും കല്യാണരാമനാണ് പറയാ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയൊന്നും ആലോചിച്ചില്ലായിരുന്നു. പക്ഷെ അത് വെച്ച് തന്നെ ഇപ്പൊ കാണുമ്പോ അങ്ങനെയൊക്കെ തോന്നാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് നല്ലതാണ്. ബിക്കോസ് നമുക്കൊക്കെ ഒരുപാട് പ്രിയപ്പെട്ട സിനിമകളല്ലേ ഗോഡ് ഫാദറും കല്യാണരാമനും. അപ്പൊ ഈ കാലത്ത് അതെനിക്ക് തോന്നുന്നു കുറച്ച് കുറവാണ്, ഇങ്ങനത്തെ കുഞ്ഞു 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 പടങ്ങളൊക്കെ, ഫാമിലി പടങ്ങളൊക്കെ വന്നിട്ട്. അപ്പൊ അങ്ങനെയൊന്നുമില്ല, കമ്പയർ ചെയ്യാനൊന്നുമില്ല. ബട്ട് എന്നാലും ഇതിൻ്റെതായ ഒരു വേറെ ഭംഗിയാണ്. ഇപ്പോൾ ഷറഫുദ്ദീനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ അസീസിനെ സംബന്ധിച്ചിടത്തോളം കോമഡി ടൈമിങ് കൃത്യതയുള്ള നടന്മാരാണ്. കാരണം അവരുടെ ടൈമിങ് കാണുമ്പോൾ തന്നെ നമുക്കത് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആ ഒരു കോമഡി ടൈമിങ് കൃത്യമായി വരിക, അവരോടൊപ്പമുള്ള കോംബോ, അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് കല്യാണിയുടെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്ത്? കാരണം ഇവരോടൊപ്പം അഭിനയിക്കുമ്പോൾ പടം തുടങ്ങിയപ്പോൾ മഴയായിട്ട് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പം അത്രയും നാൾ ഞാൻ സെറ്റിലുണ്ട്. ഞാൻ എല്ലാ ദിവസവും സെറ്റിൽ പോവും, എല്ലാവരുമായിട്ടൊന്ന് ഇതാവും, എന്നാലേ നമുക്ക് ആ ഒരു പേടി മാറുള്ളൂ. അപ്പോൾ അസീസ്കയുടെ ഒക്കെ ഷോട്ടാണ് ഞാൻ ആദ്യം കണ്ട് അസീസ്കയുടെ കൂടെ എനിക്ക് അധികം കോമ്പിനേഷൻ ഇല്ല, ഷർഫക്കയുടെ കൂടെയാണ്. ഷർഫക്ക എന്താ പറയുക, സൂപ്പർ അല്ലേ, പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇംപ്രവൈസേഷൻ ഭയങ്കര ബ്രില്യൻ്റ് ആണ് ഷർഫക്കയ്ക്ക്. ഇപ്പോൾ ഒരു കോമഡി അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പുള്ളി എന്താ പറയണതെന്ന് ആക്ച്വലി നമുക്ക് മനസ്സിലാവില്ല, പെട്ടെന്ന് സ്പോട്ടിലായിരിക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ ചിരിയൊന്നും പെട്ടെന്ന് നിർത്താൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ എന്തായിരിക്കും ഇപ്പോൾ ഷർഫക്ക പറയാന്നുള്ള ടെൻഷനാണ്, എന്തെങ്കിലും പറഞ്ഞാൽ ചിരിച്ചു പോവോ. ഷറഫുദ്ദീൻ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കല്യാണി അത് ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം ഇപ്പം സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ് കാണുമല്ലോ, തീർച്ചയായിട്ടും. അപ്പം കല്യാണിക്കും ഇംപ്രവൈസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും, നമ്മളെ കയ്യിൽ നിന്നും എന്തെങ്കിലും പറയണം. തീർച്ചയായിട്ടും കിട്ടും. പിന്നെ ഈ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ നമ്മൾ ഭയങ്കര കുറച്ചുകൂടി കോൺഷ്യസ് ആയിരിക്കും എങ്ങനെ എവിടെയാ കൊടുക്കുക. അപ്പോൾ ഇപ്പം എന്താ പറയുക, ഇപ്പം ഞാൻ ഒരു മീറ്ററിൽ സംസാരിക്കുകയാണെങ്കിൽ ഷർഫക്ക് ഓൾറെഡി ഈ മീറ്റർ പറ, അത് സൂപ്പർ ആയിരിക്കും. അങ്ങനെയൊക്കെ ഒരു ഓപ്പോസിറ്റ് ഒരാൾ നമുക്ക് ഒരു ഗിവ് ആൻഡ് ടേക്ക് തരുമ്പോൾ അത് ഭയങ്കര കൺവീനിയൻ്റ് ആണ് നമുക്ക് അഭിനയിക്കാൻ. ഷർഫക്ക് ഒരു ഇൻസ്പിറേഷനാണ് ഹ്യൂമർ ചെയ്യാൻ സത്യം പറഞ്ഞാൽ. പിന്നെ എല്ലാവരും അതെ, സായിച്ചനാണെങ്കിലും everybody was so nice in this movie. സായിച്ചനെന്നാണല്ലോ വിളിക്കുന്നത്. ഇപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം KPC ലളിത, സുകുമാരി അമ്മ, ഇപ്പോൾ ഉർവശി, കൽപ്പന, അവരുടെ ഇടയിൽ ചേർത്ത് വെക്കുന്ന ഒരു നടിയാണ് ബിന്ദു പണിക്കർ. കാരണം വർഷങ്ങളായി ബിന്ദു മാം ഇവിടെ ഉണ്ട്. മികച്ചൊരു അഭിനേത്രിക്ക് മാത്രമേ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഒരു കാലയളവ് കിട്ടത്തുള്ളൂ. അപ്പോൾ ബിന്ദു പണിക്കർ ആസ് എൻ ആക്ട്രസ് ഏതൊക്കെ രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്? കാരണം ബിന്ദു പണിക്കറിൻ്റെ മകൾ എന്നുള്ള രീതിയിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ കാണും, അതൊരു പരിധി വരെ ഒരു പ്രഷറും കൂടെ അല്ലേ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞ. പ്രഷർ എനിക്കറിയാം, ബിക്കോസ് അമ്മ മോള് എന്നൊക്കെ പറഞ്ഞാലും അമ്മ ചെയ്ത് വെച്ചതിന് ഒരു മീറ്ററും അതിനൊരു സ്ഥാനവും ഉണ്ട്. അതിനെ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കമ്പയർ ചെയ്യുന്നവരാണ് കുറച്ച് പ്രശ്നം എന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും ഞാൻ തിങ്ക് ചെയ്തിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്നു അത് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഉൾക്കൊണ്ട്, ഒരു കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റുക, ശ്രമിക്കുക. അതാണ് എൻ്റെ അമ്മയും അച്ഛനും എന്നും പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ചെയ്യാൻ പറ്റുക. പിന്നെ അവർക്ക് വലിയ ചീത്തപ്പേരൊന്നും ഇല്ലാതെ മലയാള സിനിമയിൽ ഇനി അതല്ല സിനിമയിൽ നല്ലോണം നിലനിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇനി പറഞ്ഞ പോലെ അമ്മയും അച്ഛനൊക്കെ വന്ന കാലഘട്ടം ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നൊരു പീരീഡ് ഓഫ് ടൈമാണ്. ഭയങ്കര എന്താ പറയാ, ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള കഥാപാത്രങ്ങൾ അവരോടൊപ്പം അഭിനയിച്ചവര്. അതെ, എന്തോരം. അമ്മയുടെ ആദ്യത്തെ സിനിമ തന്നെ കമലദളമാണ്, ലാലേട്ടന്റെ കൂടെ. പിന്നെ മമ്മൂക്കയുടെ കൂടെ വാത്സല്യം, മൂന്നാമത്തെ പടം. അതൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര അച്ചീവ്മെന്റ് ആണ് മലയാള സിനിമയിൽ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഇപ്പോഴും അതേ. ഇപ്പോൾ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഓരോ കഥാപാത്രം വരുന്നെങ്കിലും അവിടെ അമ്മ രജിസ്റ്റർ ആക്കും ആ ക്യാരക്ടർ. ഇപ്പൊ ടർബോ ആണെങ്കിലും റോഷാക്ക് ആണെങ്കിലും ഇറ്റ് വാസ് എന്താ പറയാ, ആഫ്റ്റർ എ പീരീഡ് റോഷാക്ക്. ബട്ട് അവിടെയും കൂടെ അമ്മ അത് സ്പോട്ട് ചെയ്തു. അമ്മയായിരുന്നു മെയിൻ ക്യാരക്ടർ. അതെ അതെ. അയ്യോ, അത് അമ്മ അടിപൊളിയാണ്. ബിന്ദു മാം ആണെങ്കിലും സായികുമാർ സാർ ആണെങ്കിലും അവർ വന്ന ഒരു സമയത്ത് ഫിലിം ആയിരുന്നല്ലോ, ഇപ്പം അത് ഡിജിറ്റലിലേക്ക് മാറി. അപ്പോൾ അവർ ഈ റീൽസിൽ ഷൂട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ആ സമയത്തൊക്കെ റീടേക്ക് പരമാവധി ഒഴിവാക്കിയിട്ടാണ്. കാരണം ഒറ്റ ടേക്കിൽ തന്നെ പറയണം, കാരണം ഫിലിം എക്സ്പെൻസീവ് ആണ്. അപ്പോൾ കൂടുതൽ ടേക്ക് പോവുകയാണെങ്കിൽ അത് പ്രശ്നമാകും. പക്ഷേ ഇപ്പോൾ ഡിജിറ്റലിലേക്ക് മാറി എത്ര ടേക്ക് വേണോ എടുക്കാം. പക്ഷേ എന്നാൽ തന്നെയും ഈ റീടേക്ക് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, പരമാവധി
റീടേക്ക് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു പെർഫോമൻസ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? കാരണം അങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ അത്രയും എക്സ്പീരിയൻസ് വേണം, അത്രയും ടാലൻഡ് ആയിരിക്കണം, നമുക്ക് കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റുകളും പറയും. പണ്ടൊക്കെ ഒരു സീൻ, ഞാൻ ഇപ്പോഴും പണ്ടത്തെ സിനിമകൾ കാണുമ്പോൾ ശ്രദ്ധിക്കും, കൂടുതൽ കട്ട്സ് ഒന്നും ഇല്ല, എല്ലാം ചിലപ്പോൾ ഒറ്റ പെർഫോം. ഒരു ഡൈനിങ് ടേബിൾ സീൻ ആണെങ്കിൽ ഡൈനിങ് ടേബിളിൽ അവർ പെർഫോം ചെയ്യാണ്. അപ്പൊ പറയും കൂടെയുള്ള ആർട്ടിസ്റ്റുകളും അങ്ങനെയാണ്. ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഭയങ്കര ഒരു, ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ റിയാക്ഷൻ മാത്രം നമ്മൾ സെപ്പറേറ്റ് ഇടുന്നു. ഒരു ഡയലോഗ് കഴിഞ്ഞ് അവൻ പറയുമ്പോൾ റിയാക്ഷൻ സജഷൻ വെക്കുന്നു, ഓപ്പോസിറ്റ് വെക്കുന്നു. അത് പിന്നെ എനിക്ക് ചിലപ്പോൾ ഇങ്ങനെയും തോന്നാറുണ്ട്, പണ്ടത്തെ സിനിമ ഒറ്റയടിക്ക് ഇവരെല്ലാരും പെർഫോം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ജീവിക്കും. ഇപ്പൊ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് അന്ന് ഇപ്പൊ ഓപ്പോസിറ്റുള്ള ആള് പറഞ്ഞതിന്റെ റിയാക്ഷൻ ഇടുന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞത് പാടാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ക്യാമറ നോക്കിയല്ലേ പറയുന്നത്. അതെ, അപ്പൊ ചിലപ്പോ ഓപ്പോസിറ്റ് നമുക്ക് വേണ്ടി ആർട്ടിസ്റ്റ് നിന്ന് തരും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല, എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ. അപ്പോൾ ആ റിയാക്ഷൻ, അതായത് അപ്പൊ അനുഭവിച്ചത് പിന്നെ ഒന്നും കൂടി റിയാക്ട് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോ എനിക്കത് അന്നത്തെക്കാളും പാടായിട്ടാ തോന്നുന്നത്. അല്ല, അമ്മ അത് പറഞ്ഞു തന്നിട്ടുണ്ടോ എങ്ങനെ റീടേക്ക് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് സജഷൻസ്? അങ്ങനെ ഒരു ടിപ്പും അമ്മ പറഞ്ഞത്. അമ്മ ഇപ്പൊ പറയും, പണ്ടൊക്കെ സിനിമ ക്യാമറ എവിടെയാ, ഇപ്പൊ സത്യം പറഞ്ഞാൽ ക്യാമറ എവിടെയാന്ന് അമ്മയ്ക്ക് അറിയത്തില്ല എന്ന് പറയും. അമ്മ ചില സമയത്ത് പറയുമ്പോൾ പിള്ളേർ എവിടെയാ ക്യാമറ വെക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല, ഇപ്പൊ എങ്ങടെ നോക്കണ്ടേ. അപ്പൊ പറയും, ഇല്ല ചേച്ചി പെർഫോം ചെയ്തോ, നമ്മള് ഇത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ അച്ഛനാണ് കുറച്ചെങ്കിലും എന്താ പറയാ, ഒരു കണ്ണിന്റെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ എന്താ പറയാ, കണ്ണ് ഇപ്പൊ വിഷമിച്ച് നോക്കുമ്പോ കണ്ണ് താഴേന്നൊന്ന് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് ട്രാവൽ ചെയ്യുക കണ്ണ്, അങ്ങനത്തെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അയ്യോ, അത് സായി സാറിന്റെ കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്നതിൽ സായി സാറും ഭയങ്കര ബ്രില്യന്റ്. കണ്ണുകളും അതെ, നെറേഷനും അതെ തോന്നുന്നു എനിക്ക്. അതിന്റെ ടോൺ എനിക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു ഫാക്ടറാണ് അച്ഛൻ്റെ. അച്ഛൻ പറയുന്ന കഥ പറയുന്ന രീതി ഭയങ്കര ലൈഫാണ്. ഇപ്പോൾ ഇന്റർവ്യൂവിൽ കല്യാണി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മ ചെയ്ത കഥാപാത്രം ശ്രീകൃഷ്ണപുരത്തെ ഇന്ദുമതിയാണ്. അത് ഇപ്പോഴും നമ്മളത് കാണാം. ആക്ച്വലി കട്ട് ചെയ്താണ്, ഞാൻ ജോക്കർ എന്നാണ് പറയാ എല്ലായിടത്തും. ജോക്കർ എനിക്ക് തോന്നുന്നു അവർക്ക് എല്ലാവർക്കും വേണ്ട ഉത്തരം ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലൊക്കെ ആണ്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാനത് ശ്രദ്ധിച്ചു, അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞുള്ളൂ, അതല്ല ഞാൻ പറഞ്ഞത്. ജോക്കറാണ് എന്റെ ഓൾ ടൈം ഫേവറേറ്റ് പടം അമ്മയുടെ. എനിക്ക് തോന്നുന്നു ആ സമയത്ത് വയറ്റിലുണ്ടായിരുന്നു അല്ലേ, കല്യാണി വയറ്റിലുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടല്ല, എനിക്ക് അമ്മയുടെ പെർഫോമൻസ് അതില് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒബ്വിയസ്ലി ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രം. മാത്രമല്ല CD മൂസയിലെ ആ ഒരു ഓട്ടം ഉണ്ടല്ലോ, എന്റെ മിക്സി എന്റെ അയൺ ബോക്സ് ഓട്ടം, അത് ഇപ്പോഴും ഈ ട്രോളുകളിലും ഇപ്പോഴും ശ്രീകൃഷ്ണ എന്നെ ചേർത്തൊരു ട്രോള് വന്നായിരുന്നു കഴിഞ്ഞ ദിവസം. എന്റെ മോളല്ലേ ഏടാൻ, എന്റെ മോളല്ലേ ദൈവമേ അതെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു അത് ഞാൻ കണ്ടില്ല. അപ്പൊ ഈ അമ്മയുടെ ഈ കോമഡി ടൈമിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് സത്യം പറഞ്ഞാൽ അനുകരിക്കാൻ പോലും പറ്റാത്ത വിധം, അത്രയ്ക്ക് തൊടാൻ പറ്റാത്ത രീതിയിലാണ് ബിന്ദു മാം അത് പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കോമഡി ചെയ്യുമ്പോൾ ഇപ്പം ഈ സിനിമയിൽ അങ്ങനെ കോമഡി ചെയ്യുന്നുണ്ടോ? ഇല്ല, എൻ്റെ കഥാപാത്രത്തിന് അത്ര കോമഡി ഇല്ല. ഈ കോമഡി ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ബിന്ദു മാം പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ കോമഡി ചെയ്യുന്നതിന്റെ എക്സ്പീരിയൻസ്. നക്ഷത്രത്തിളക്കത്തിന് പോകുമ്പോൾ അമ്മ ഇതൊരു കോമഡി കഥാപാത്രം എന്ന് അന്ന് ഡയറക്ടറൊക്കെ പറയുമ്പോൾ അമ്മ പറയൂ അത്ര, എനിക്ക് കോമഡി ചെയ്യാനൊന്നും അറിയില്ല, വേറെ ആർക്കെങ്കിലും കൊടുത്തോ റോളെന്നൊക്കെ പറഞ്ഞിരുന്നു അന്ന് ആ സിനിമയ്ക്കെന്ന്. അപ്പൊ അവര് പറഞ്ഞു, ബിന്ദു ഇതിന് കോമഡി അല്ല ചെയ്യുന്നത്, ബിന്ദു പെർഫോം ചെയ്താൽ മതി. പക്ഷെ അത് മാജിക്കാണ് മാം. അത് കൂടുതൽ എന്താ പറയാ, അവിടെ വേറെ എൻ്റെ അമ്മ അങ്ങനെ പേർപ്പസ്ഫുള്ളി ഒരു ഹ്യൂമർ ചെയ്യുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു മാജിക്കാണ്. അമ്മയ്ക്കൊരു മീറ്റർ ഉണ്ട്, ആരെന്ത് പെർഫോം ചെയ്താലും അമ്മ അതെങ്ങനെ വരുന്നു എനിക്കറിയില്ല. അല്ല, അതിനകത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് തോന്നുന്നു ഇംപ്രൊവൈസേഷൻ, ബിന്ദു മാമിന്റെ ഇംപ്രൊവൈസേഷൻസ് ഒരുപാട് കാണുമല്ലോ. പിന്നെ അതിനകത്ത് എല്ലാം KPC മാം ഉണ്ടായിരുന്നു, KPC ലളിത മാം ഉണ്ടായിരുന്നു, കലാരഞ്ജനി ഉണ്ടായിരുന്നു. അപ്പം അതെ, അപ്പൊ ഇവരോടൊക്കെ നിൽക്കണമെങ്കിൽ അത്രയും ഒരു കിടിലൻ പെർഫോമൻസ് വേണമല്ലോ. കിടിലൻ പെർഫോമൻസ് ആണ്. അമ്മയ്ക്ക് ഇപ്പോഴും ഡബിങ് ഒക്കെ ഞാൻ ശരിക്കും ഞെട്ടും. അമ്മ അച്ഛനൊക്കെ ഡബ് ചെയ്യുമ്പോൾ, അമ്മയൊക്കെ ഡബ് ചെയ്യുമ്പോൾ ഇമോഷണൽ സീക്വൻസ് ഒക്കെ ചേച്ചി കുറച്ച് കരച്ചിലായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ കരയുന്നത്, അതേ ഇമോഷനില്. അതൊക്കെ എക്സ്പീരിയൻസ് ആണ്. സായി സാറിന്റെ ഡബിങ് നേരിട്ട് കണ്ടപ്പോൾ എങ്ങനെ? കാരണം സാറിന്റെ ഈ വില്ലനായിട്ട് അഭിനയിക്കുമ്പോൾ സാറിന്റെ ഒരു ഡയലോഗ് ഡെലിവറി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നേരിട്ട് കണ്ടപ്പോൾ എന്താ തോന്നിയിട്ടുള്ളത്? നേരിട്ട് സിനിമയിലൊക്കെ കാണുമ്പോൾ എങ്ങനെ സാധിക്കുന്നു എന്നാണ്.
ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറേ വീഡിയോസ് കണ്ടായിരുന്നു. മാത്രമല്ല ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൻ്റെ സമയത്ത് കല്യാണിയുടെ ഡാൻസ് ഞാൻ കണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അന്ന് നമ്മളിങ്ങനെ കണ്ടിരുന്നു പോവും. ആ ഡാൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കണ്ടംപററി ഡാൻസ് പഠിച്ചതുപോലെ പഠിച്ചിട്ടുണ്ടല്ലേ? പഠിച്ചു. ഞാൻ സീക്രട്ട് ആർട്സിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ തന്നെ ഡാൻസ് ടീമിൽ കയറി. അപ്പൊ അവരാണ് എനിക്ക് തോന്നുന്നു കണ്ടംപററി പല സ്റ്റൈലുകൾക്കൊക്കെ ഒന്ന് ഷേപ്പ് തന്നത്. SH എന്നാണ് കുറച്ചും കൂടെ ഒന്ന് പഠിച്ചത്, പല പല സ്റ്റൈലുകളും കാര്യങ്ങളൊക്കെ. പിന്നെ ലണ്ടനിൽ പഠിക്കാൻ പോയി. കുക്കിംഗ് ആണ് പഠിക്കാൻ പോയത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ്? എനിക്ക് ഇവിടെ നാടൻ ഫുഡാണ്. നാടൻ ഫുഡ് അല്ല, കുക്ക് ചെയ്യാനും നാടൻ ഫുഡാണോ ഏറ്റവും ഇഷ്ടം? അതെ എന്ന് തോന്നുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ വേറെ ഒന്നും കുക്ക് ചെയ്യാറില്ല. ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞാൽ കുക്ക് ചെയ്യുന്ന കുറവാ. എന്നാലും വീട്ടില് അമ്മ എന്താ പറയാ ചെമ്മീൻ റോസ്റ്റും അതൊക്കെ തന്നെയാണ് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങൾ. ഇപ്പൊ വാഴ കണ്ടതാണല്ലോ. ഇപ്പൊ വാഴ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സോഷ്യലി നമുക്ക് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉള്ള കുട്ടികള് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് UK പോയി അവർ ഒരുപാട് കഷ്ടപ്പെടുന്നു, പാർട്ട് ടൈം ജോബിന് വേണ്ടി അലയുന്നു. അപ്പോൾ അതെങ്ങനെയാണ്? അയ്യോ, വാഴയിൽ കാണിച്ചത് എക്സാക്ട്ലി സെയിം ആണ്. ഞാനൊക്കെ ആ സമയത്ത് എനിക്ക് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇമോഷൻ ബ്രേക്ക് ആവും. അനുഭവിച്ചിട്ടുള്ളവർക്ക് അത് എനിക്ക് കണ്ണെന്ന് അറിയാണ്ട് ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സീൻസ് ഒന്നും. സത്യം പറഞ്ഞാൽ അതിനകത്ത് പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാതെയൊക്കെ, അയ്യോ അത് ഭയങ്കര ട്രൂത്താണ് അവിടുത്തെ. അവർക്ക് ബ്രീതിങ് ഇഷ്യൂ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രമേ അവരവിടെ അഡ്മിറ്റ് ചെയ്യുള്ളൂ. എനിക്കൊക്കെ സിവിയർ ഫുഡ് പോയ്സൺ വന്നിട്ട് ഞാൻ അവിടെ അഭിനയിച്ച് കിടന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഭയങ്കര സ്കെയറി ആണെന്ന് തോന്നുന്നു എനിക്ക് ചില സമയത്ത്. നമുക്കിവിടെ ഒരു സത്യം പറഞ്ഞ എമർജൻസി കാഷ്വാലിറ്റി നമുക്ക് ഓടാം ഒരു 20 മിനിറ്റ്സിൽ. അയ്യോ അതൊക്കെ ലൈഫിലെ ഭാഗ്യമാണെന്ന് ഞാൻ അവിടെ ചെന്ന് തിരിച്ചറിഞ്ഞു. ഒന്ന് തീരുമാനിച്ച അവിടെ ഒരു ജീവിതമൊന്നുമില്ല. ജീവിക്കുകയാണെങ്കിൽ ഇവിടെ ജീവിക്കാം, നമുക്ക് വിസിറ്റ് ചെയ്തിട്ടൊക്കെ വരാം. അതുപോലെ ആന്റിബയോട്ടിക്സ് കിട്ടത്തൊന്നുമില്ല, വെറുതെ ഒരു പനിക്കും ചുമക്കും. പിന്നെ എസ്പെഷ്യലി അവിടെ സ്റ്റുഡൻസിന് മുമ്പുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ GP രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു എന്താ പറയാ ഒരു അക്കോമഡേഷൻ, ഇപ്പം എന്താ പറയാ ഇത്ര മാസം അടുപ്പിച്ച് നിൽക്കുന്ന ഒരു അക്കോമഡേഷൻ വേണം. പിന്നെ ഞാൻ ഏറ്റവും ഫേസ് ചെയ്തത് അവിടെ അക്കോമഡേഷൻ ആണ്. മാസം 2 മാസം ആകുമ്പോൾ മാറും. നമുക്ക് പിന്നെ സ്കെയറിയാണ്. ഒരു അക്കോമഡേഷൻ അടുത്ത അക്കോമഡേഷൻ എപ്പോൾ കിട്ടും, എവിടെ കിട്ടും. ഒരെണ്ണം ഇപ്പോൾ ഈ അടുത്ത 10-ാം തീയതിക്കുള്ളിൽ ഇവിടുന്ന് ഇറങ്ങണം എന്ന് പറയുമ്പോൾ തന്നെ ഈ പഠിത്തത്തിൻ്റെ ഇടയിൽ നമ്മൾ അടുത്ത അക്കോമഡേഷൻ തപ്പണം. എനിക്ക് സ്റ്റുഡൻസ് ലൈഫ് ഭയങ്കര ഹാർഡായിട്ട് തോന്നിയ സ്ഥലമാണ്. എല്ലാവർക്കും അല്ല, എനിക്ക് പരിചയമുള്ള പലരും ഇത് തന്നെയാണ് പറയുന്നത്, ഈ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പിന്നെ അവിടെ പാർട്ട് ടൈം ഒന്നും കിട്ടാനില്ല. ഈ പറയുന്നതൊക്കെ വെറുതെയാണ്. ഇവിടെ പാർട്ട് ടൈം ഒക്കെ കുറച്ച് പാടാണ്. എന്തെങ്കിലും ജോബ് വിസയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല സ്ഥലമാണെന്ന് ഞാൻ പറയുള്ളൂ. അല്ല, മാത്രമല്ല ഇവിടെ എല്ലാവരും കുട്ടികൾ പലരും അങ്ങോട്ട് പോകുന്നത് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ, നമുക്ക് ഒരുപാട് ഫ്രീഡം കിട്ടുന്നു. ഫ്രീഡം ഉണ്ട് ആവശ്യത്തിൽ കൂടുതൽ. പക്ഷെ ഫ്രീഡം കൊണ്ട് കാര്യമൊന്നുമില്ല. ഫ്രീഡം ഉണ്ടായാലും നമുക്ക് ഫ്രീഡം എൻജോയ് ചെയ്യാനുള്ള സമയമൊന്നും അവിടെ. പക്ഷെ ഡിപ്പെൻസ് ആണ് കേട്ടോ. അവിടെ പോയി നല്ലൊരു ജോലി കിട്ടി സന്തോഷമായിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ സ്റ്റുഡൻസ് ലൈഫ് എനിക്ക് കുറച്ച് കഷ്ടപ്പാടായി തോന്നി. ഇപ്പം നമ്മൾ ഏൺ ചെയ്താലും അവിടെ ടാക്സ് ഉണ്ട്, സ്റ്റുഡൻറ് ടാക്സ് വേറെ ഉണ്ട്. അങ്ങനെ പിന്നെ റെന്റ് കാര്യങ്ങൾ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോകും. ഇപ്പോൾ അവിടെ കുക്കിംഗ് പഠിക്കാൻ പോയി, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വീഡിയോസൊക്കെ ഒരുപാട് കണ്ടു. ഇപ്പോൾ കുട്ടിക്കാലം മുതലേ ഇപ്പം അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ അഭിനയം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അവരെല്ലാം സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിക്കാലം മുതലേ അഭിനയമോഹം ഉണ്ടായിരുന്നോ, അതോ ഒരു 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 ഇത് കഴിഞ്ഞിട്ട് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടാണോ ഈ ഒരു സ്കില്ല് മനസ്സിലായത്? കോൺഫിഡൻസ് ആണല്ലോ നമുക്ക്. കുറച്ച് എനിക്ക് കുഞ്ഞിലേ തൊട്ടില്ലായിരുന്നു. കുഞ്ഞിലേ തൊട്ട് ഞാൻ ഭയങ്കര സിനിമ പ്രേമിയാണ്. ഷുവർ ഏത് സിനിമയും വിടൂല, എല്ലാ സിനിമയും അങ്ങനെ എടുത്തു വെച്ച് കാണുന്ന കുഞ്ഞിലെ. അമ്മ എന്നോട് പറയും സിനിമയായി കാണണം എന്ന് പറയും. ചില ജോണറൊക്കെ കാണുമ്പോൾ ഞാൻ മറ്റേ കൽക്കട്ട ന്യൂസ് ഒക്കെ കണ്ടിട്ട്, ഞാൻ അന്ന് കുഞ്ഞിതാ, കൽക്കട്ട ന്യൂസ് കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നു പറയും അമ്മ. എനിക്ക് പേടിയാണ്. ഇൻഫ്ലുവൻസ് ആവും സിനിമയില്. ഇപ്പൊ പറയും സിനിമയായി കാണണം എന്നാ ഒരു പ്രേതപടം ഒന്നും വിടൂല, എല്ലാം കാണും. പക്ഷെ എനിക്ക് തോന്നുന്നു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു മോഹം വലുതായി കഴിഞ്ഞിട്ട് വന്നതാണ്. വലുതായി വരുമ്പോൾ ഇതും വന്നായിരുന്നു. പക്ഷെ അത് ഇപ്പോ ഇതാണ് സമയം. ഇപ്പം സിനിമ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അമ്മയും അച്ഛനും അഭിനയിച്ച ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സീൻ, ഒരു ഇമോഷണൽ മൊമെന്റ് അങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത്? ഞാൻ കുഞ്ഞിലെ ഒരിക്കൽ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. മഴമേഘപ്രാവകൾ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഞാൻ ഒരു ഇന്റർവ്യൂലും പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞു തോന്നുന്നു. മഴമേഘപ്രാവകൾ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. കാവ്യ ചേച്ചിയാണ്. അതിനകത്ത് കാവ്യ ചേച്ചിയുടെ അമ്മയായിട്ടാ എൻ്റെ അമ്മ. അപ്പൊ കുഞ്ഞായിട്ട് ബേബി ഞാനൊരു
1 വയസ്സില്ല, മാസങ്ങളേ ഉള്ളൂ. അപ്പൊ വേറെ ബേബിയാണ്. ആ ബേബി ഭയങ്കര കരച്ചില്, 2 ദിവസം അഭിനയിക്കാൻ നിന്നില്ല കയ്യില്. അപ്പൊ അമ്മ എന്നെ എടുത്ത് വെച്ച് കുളിപ്പിക്കണ സീനും അതൊക്കെ ഞാനാണ് സത്യം പറഞ്ഞ സിനിമയില്. അതിനകത്ത് അമ്മ മരിച്ചു പോകുന്ന കഥാപാത്രമാണ്, അസുഖം വന്നിട്ട്. അപ്പൊ ഈ പാട്ടിന്റെ ഇടയിൽ അമ്മ ഇങ്ങനെ കാവ്യചേച്ചി വരുമ്പോ അമ്മ ഇങ്ങനെ മാഞ്ഞു പോകും, തുടങ്ങുമ്പോ മാഞ്ഞു വിഷ്വലി. അത് ഞാൻ ഇങ്ങനെ ടി വിയിലിരുന്ന് കാണുമ്പോ അമ്മേനെ ഒരു ഒറ്റ അടിക്കുന്നു. അമ്മ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇത്ര അത് കാണാൻ. അതൊക്കെ പിന്നെ എനിക്ക് വലുതായിട്ടും എനിക്ക് അങ്ങനത്തെ എനിക്ക് റോഷാക്ക് കണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എസ്പെഷ്യലി വല്ലാത്ത മാനസിക. ഞാൻ ലണ്ടനിലായിരുന്നു ആ സമയത്ത്. ലണ്ടനിലും മൂകതയിലും കൂടെ റോഷാക്ക് കണ്ടപ്പോ എനിക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര കട്ടിയായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര വിഷമായത് പുള്ളിപ്പുലികൾ വാട്ടിൻകുട്ടി, അതിനകത്ത് മരിച്ചിട്ട് മറ്റേ സ്ഥലം ഇല്ലാതെ ഒഴുക്കി വിടുന്നൊരു സീനാ. അയ്യോ, അതൊക്കെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, പിന്നെ കണ്ടിട്ടുമില്ല. 1 വട്ടം കണ്ട ലൈഫിൽ ആ സീൻ കണ്ടിട്ടുള്ളൂ. ഒന്ന് അച്ഛൻ്റെ റീസെന്റ് എനിക്ക് പറയാനുണ്ട് ആക്ച്വലി. അച്ഛൻ്റെ ഒന്ന് മിന്നാമിന്നിക്കുട്ടമാണ്, എനിക്ക് ഭയങ്കര വിഷമം ഒന്ന്. പിന്നെ ഭരതനാട്യത്തിൽ ആ സീനും എന്നെ ഭീകരമായി ഇൻഫ്ലുവൻസ് ചെയ്തൊരു സീനാണ്. ചിന്തിക്കാൻ പറ്റില്ല എനിക്ക് ആ സീൻ ഇപ്പോഴും വിഷ്വലി. എനിക്ക് തോന്നുന്നു ഒന്നാമത് അച്ഛനും അമ്മയും ആയതിന്റെ ഒരു വികാരമാണ്. പിന്നെ അച്ഛനെ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റില്ല, അത് അത്ര രജിസ്റ്റേർഡ് ആണ്. മോഹിനിയാട്ടം കണ്ടായിരുന്നു? മോഹിനിയാട്ടം കണ്ടു. ശരിക്കും ഈ മോഹിനിയാട്ടം കാണുമ്പോൾ നമ്മൾ ഭരതൻ നായർ മിസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം മരിച്ചാലും പക്ഷെ കേട്ട് എനിക്ക് തോന്നുന്നു അഭിനയിച്ച പോലെ തോന്നി എനിക്ക് അതിനകത്ത്. ത്രൂ ഔട്ട് ഭരതൻ നായരെ കൊണ്ടുപോയിരുന്നു. ഭരതൻ നായർ ഇത്രയും കുഴപ്പക്കാരൻ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോഹിനിയാട്ടം. ഇപ്പോൾ അച്ഛനും അമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എന്നും മനസ്സിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം അങ്ങനെ അവരെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലേ? അമ്മയൊക്കെ ഇല്ല. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ മധുവിധിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു ജോണറാണ് ഫാമിലി. തീർച്ചയായും ഇപ്പം ഒരുപാട് ത്രില്ലർ പടങ്ങളും ഒക്കെ വരുമ്പോഴും ഇമോഷണൽ വരുമ്പോഴും നമ്മളൊക്കെ ഈ കുട്ടികളെയൊക്കെ കൊണ്ട് പിന്നെ നമ്മൾ തിയേറ്ററിലിരുന്ന് ഇങ്ങനെ ഒരു ഫാമിലി പടം കാണാമെന്നുള്ളത് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണ്. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ വാഴയൊക്കെ. അപ്പം പക്ഷേ എല്ലാ ഫാമിലി പടങ്ങളും അങ്ങനെ ക്ലിക്കാവാറില്ല. അങ്ങനെ അതിൻ്റേതായിട്ടുള്ളൊരു, ഇന്നലെ കൃഷ്ണദാസ് പറഞ്ഞ പോലെ നമ്മളൊരു കൊച്ചു പടം എന്ന് പറയുമ്പോഴും നല്ല പടം എന്ന് പറയുമ്പോഴും ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള ഫാക്ടേഴ്സും ഈവൻസും അതായത് വേണം. അപ്പം അത്തരത്തിൽ ഈ ആൾക്കാരെ പിടിച്ചിരുത്തുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതായത് ഇപ്പം സിനിമ റിലീസാകാൻ വരുന്നതേ ഉള്ളൂ എങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഫാമിലി പടത്തിന്റെ ആളാണ് സത്യം പറഞ്ഞ. വളരെ കുഞ്ഞിലെ എനിക്ക് ഫാമിലി പടങ്ങൾ കാണാൻ, അതായത് കുടുംബം നിറച്ച ആൾക്കാരെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പം ഈ സിനിമ വന്നപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. അതായത് ഇതിനകത്ത് എന്താണ്, അപ്പൂപ്പനുണ്ട്, അച്ഛനുണ്ട്, ചിറ്റപ്പനുണ്ട്, പെങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. മധുവിധു എനിക്ക് തോന്നുന്നു ആരാണ് കൊതിക്കാത്തത് ഒരു ഇത്രയും ഇതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു പടം പോയി സന്തോഷമായിട്ട് സമാധാനമായിട്ട്, അതായത് ഒന്നും ചിന്തിക്കാതെ വെറുതെ പോയി കാണുക, മനസ്സൊന്ന്. എന്നാൽ നമുക്ക് അതിനകത്ത് ആ സിനിമയിൽ നിന്ന് എടുക്കാവുന്ന എന്തെങ്കിലും വേണം, നമ്മൾ ചേർത്ത് പിടിക്കാവുന്ന. സിനിമ കണ്ട് വീട്ടിലെത്തുമ്പോഴും ആ സിനിമ നമ്മൾ മനസ്സിൽ ഉണ്ടായിരിക്കണം. അത് ഉണ്ടാവും, മധുവിധം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അതിപ്പോ പറഞ്ഞാൽ ചിലപ്പോ ശരിയാവില്ല. നിങ്ങൾ കണ്ടിട്ട് ഒരിക്കൽ കാണുമ്പോൾ എന്നോട് പറയുമോ എന്താണ് നിങ്ങൾ മധുവിധം എടുത്തതെന്ന്. അതൊരു സ്വീറ്റ് പടമാണ്, ഒരു കുഞ്ഞ് മധുരമായ സിനിമയാണ്. ഇപ്പൊ സിനിമയുടെ സംവിധായകൻ വിഷ്ണു അരവിന്ദ്, അപ്പം അദ്ദേഹം, എനിക്ക് തോന്നുന്നു വിഷ്ണുവിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരുപാട് വർഷമായി ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അപ്പം വിഷ്ണുവിന് നേരത്തെ പരിചയമുണ്ടോ? എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് കല്യാണി എത്തിയത്? ഇതിന്റെ റൈറ്റർ ബിപിൻ മോഹൻ, 2 റൈറ്റേഴ്സാണ്, ജെ വിഷ്ണു ചേട്ടൻ, ഞാൻ ബിപിൻ മോഹൻ. ബിപിൻ ചേട്ടനെ എനിക്കറിയാം, എനിക്ക് പരിചയമുണ്ട്, ജിമ്മിൽ ഞങ്ങൾ കാണാറുണ്ട്. ബിപിൻ ചേട്ടനാണ് ഒരിക്കൽ വളരെ യാദൃശികമായിട്ട് എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു പടമുണ്ട്, ഒരു ഓഡിഷൻ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവരുടെ ഫ്ലാറ്റിൽ പോയി. അന്നാണ് ആദ്യം എല്ലാവരെയും കാണുന്നത്. ജയവിശേട്ടനൊക്കെ അറിയാം, മധുരമനോഹര മോഹക്ക് അമ്മ ചെയ്തതാണ്. അപ്പോൾ വിഷ്ണു ചേട്ടൻ അന്നാണ് ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ അന്ന് ഓഡിഷൻ എടുത്തു. സിനിമയിലെ തന്നെ 2 സീൻസ് ആയിരുന്നു. അങ്ങനെ അവർ സെലക്ട് ചെയ്തു. അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്. പിന്നെ തീർച്ചയായിട്ടും വിഷ്ണു ചേട്ടനും എനിക്കും ഇത് ഭയങ്കര പേഴ്സണൽ സിനിമയാണ്. ഭയങ്കര ഇമോഷണലി ഞങ്ങൾക്ക് ഭയങ്കര പേഴ്സണലാണ് ഈ സിനിമ. മീൻസ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. സ്ട്രഗിൾ ചെയ്തിട്ട് എന്നെ ഹാപ്പൻ ചെയ്തൊരു സിനിമയാണ് ഞങ്ങൾക്കിത്. അപ്പം ഞങ്ങൾക്കിത് എപ്പോഴും
ഞങ്ങളുടെ വലിയൊരു സിനിമയാണ് ഞങ്ങളുടെ മധുവിധു എന്ന് പറയുന്ന ഈ സിനിമ. വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം ആസ് എ ഡയറക്ടർ ഇപ്പം നമുക്കറിയാം ആദ്യത്തെ ഒരു സിനിമ എടുക്കാന്ന് പറഞ്ഞാൽ, ഒരു സംവിധായകൻ്റെ ആദ്യത്തെ സിനിമ എടുക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾസിലൂടെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്ട്രഗിൾസിലൂടെ അദ്ദേഹം കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആദ്യത്തെ സംവിധായകനാണ്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടമാണ്. അപ്പോൾ ഇതിനകത്ത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്, സായികുമാർ സാറ്, ജഗദീഷ് ഏട്ടൻ. അപ്പോൾ അവരെയൊക്കെ എങ്ങനെയാണ് അവരെയൊക്കെ എങ്ങനെയാണ് കാരണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക? കാരണം വിഷ്ണുവിൻ്റെ മനസ്സിനുള്ളിൽ ചെറിയൊരു പേടിയൊക്കെ കാണുമല്ലോ, ഇവർക്ക് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. അവരെയൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ എന്തൊക്കെ ചെയ്യണം, ഇന്ന പൊസിഷനിലോ നിൽക്കണം പറയുമല്ലോ? വിഷ്ണു ചേട്ടന് ആദ്യം കണ്ടപ്പോൾ ഒരു ആദ്യത്തെ ഡയറക്ടറാണ്, അത് എനിക്കൊന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്, ജഗദീശങ്ങളാണോ സായിച്ചാണോ അറിയില്ല, ആദ്യം ചെയ്യുന്ന ഒരു വർക്കാണ് നമുക്ക് തോന്നില്ല. വിഷ്ണു ചേട്ടൻ ഇസ് ലൈക്ക്, വിഷ്ണു ചേട്ടന് ഒരു കോൺഫിഡൻസ് ഉണ്ട്. വിഷ്ണു ചേട്ടൻ അറിയാം ഇവിടെ ഇപ്പൊ ഈ സീനിൽ എന്തെടുക്കണം, ആരെന്ത് പറയണം. പിന്നെ വിഷ്ണു അങ്ങനെ ഭയങ്കര എന്താ പറയാ, ഒരു സ്ഥലത്ത് നിന്ന് ഇത്രേ ചെയ്യാവൂ അങ്ങനെയൊന്നും പറയുന്ന ഡയറക്ടർ അല്ല, ഭയങ്കര ഫ്രീഡം തരുന്ന ഒരു പേഴ്സണാണ്. ബട്ട് വിഷ്ണു ചേട്ടൻ ഭയങ്കര, നമുക്ക് കണ്ട പറയില്ല ഫസ്റ്റ് വർക്കാണെന്ന്. വിഷ്ണു ചേട്ടൻ്റെ കോൺഫിഡൻസിൽ നമ്മളത് ചെയ്യും, നമ്മൾ ട്രസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് വിഷ്ണു ചേട്ടൻ വിഷ്ണുടെ ക്യാരി ചെയ്യുന്നത് ഒരു വർക്ക് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ അത് നമുക്കും ഭയങ്കര കോൺഫിഡൻസ് ആണ് ഒന്ന് റിലൈ ചെയ്യാൻ. ഇപ്പം ഞാനൊരു സീൻ ചെയ്യുന്നതിന് മുമ്പ് വിഷ്ണുനോട് ആദ്യം പോയി ചോദിക്കും, വിഷ്ണുട്ടാ ഇപ്പം സ്നേഹം എന്തായിരിക്കും തിങ്ക് ചെയ്യുന്നുണ്ടാവുക, പറ എന്ന് പറയും. വിഷ്ണുട്ടൻ എടി അത് സ്നേഹം ഇപ്പോൾ അങ്ങനെ പറഞ്ഞു തരുമ്പോൾ അത് ഭയങ്കര ഗുണമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് വ്യക്തമായി പറഞ്ഞു തരിക, അതുപോലെ ചെയ്യാൻ പറ്റുക. വിഷ്ണുട്ടൻ ഒരു അത്രയും ക്ലാരിറ്റി ഉണ്ട് ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ കല്യാണി പറഞ്ഞ ഒരു കാര്യത്തിനാണ്, കല്യാണി പറഞ്ഞല്ലോ വിഷ്ണുവും കല്യാണിയും ഒരുപാട് സ്ട്രഗിൾസിലൂടെയാണ് സിനിമയിലേക്ക് എത്തിയെന്ന്. പക്ഷേ ഇപ്പം അച്ഛനും അമ്മയും സിനിമയിൽ ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ആക്ടേഴ്സാണ്, അവർ വർഷങ്ങളായി ഫിലിം ഫീൽഡിൽ നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും അതൊരു സ്വാഭാവിക ചിന്തയാണ്, മക്കൾക്ക് സിനിമയിലോട്ട് കയറാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും കാരണം അച്ഛനും അമ്മയും സിനിമയിലായുണ്ട്. പക്ഷേ കല്യാണി പറയുന്നു ഒരുപാട് സ്ട്രഗിൾസിലൂടെയാണ് സിനിമയിലേക്ക് എത്തിയത്. ഈ എൻട്രി കുറച്ചൊരു ടഫായിരുന്നു. അതെ, ടഫ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിരുന്നില്ല എനിക്ക് എൻട്രി. കാരണം അവരൊക്കെ സിനിമയിലുള്ളവരല്ലേ. എനിക്ക് തോന്നുന്നു അതിനൊക്കെ അപ്പുറം ഒരു സിനിമ നടക്കുക എന്നുള്ളത് എല്ലാത്തിനും അപ്പുറം ഒരു സമയവും കാലവും ഭാഗ്യവുമാണ് സിനിമ. അത് ഞാൻ ഇപ്പൊ എനിക്ക് എൻ്റെ റിയൽ ലൈഫ് കൊണ്ട് അറിയാലോ, ആരുടെയൊക്കെ മകളാന്ന് പറഞ്ഞാലും നല്ലൊരു സിനിമയിൽ വരിക, നല്ലൊരു കഥാപാത്രത്തിൽ കയറുക. പിന്നെ സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് സിനിമ വരില്ല, നമ്മൾ ആഗ്രഹിക്കാത്ത ചില സമയത്ത് എനിക്കുണ്ടായിട്ടുണ്ട്. പഠനത്തിന് മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും ഞാൻ എടുത്തില്ല, ബിക്കോസ് പഠിക്കണം എന്നായിരുന്നു. അപ്പോൾ അതിന് പല പല കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും സാധ്യമാവുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എല്ലാവർക്കും അല്ല. പക്ഷെ എന്നാലും എല്ലാവർക്കും അവരുടേതായ സ്ട്രഗിൾസിലൂടെയാണ് സിനിമയിൽ വന്നേക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ആരോട് ചോദിച്ചാലും ഉണ്ടാവും സിനിമയിൽ കയറാൻ. അയ്യോ, പിന്നെ ഒരു ഭാഗ്യമാണ്, കയറിയാ ഇങ്ങനെ വരും, ഇങ്ങനെ നിലനിൽക്കും, പിന്നെ പരിശ്രമം. പിന്നെ ഇപ്പോൾ ഈ അച്ഛനും അമ്മയൊക്കെ ഫീൽഡിലുള്ളവരാകുമ്പോൾ മക്കളെ സിനിമയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ മക്കളെ നെപ്പോ കിഡ്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നെപ്പോ കിഡ്സിനെല്ലാം പെട്ടെന്ന് കിട്ടുന്നു, എല്ലാ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് സാധിക്കുന്നു, അവർക്ക് അവസരങ്ങളെ എങ്ങനെ നേടണം എന്നുള്ള സ്ട്രാറ്റജി അവർക്ക് അറിയായിരിക്കും. അതിലെന്തെങ്കിലുമൊക്കെ വാസ്തവം ഉണ്ടോ? കാരണം ഈ സോഷ്യൽ മീഡിയ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? പക്ഷേ എനിക്ക് തോന്നുന്നു നെപ്പോ കിഡ്സ് ആണെന്ന് തോന്നുന്നു അവർ ഏറ്റവും കൂടുതൽ പ്രഷർ നേരിടുന്നതല്ലേ. ആദ്യമൊക്കെ നമുക്ക് തോന്നും, നമുക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആവും. ബിക്കോസ് ഇപ്പൊ എനിക്കിപ്പോഴും കമന്റ്സ് വരും, ചിലപ്പോൾ ചില നമ്മുടെ മധുവിധുവിന്റെ തന്നെ റീൽസിന്റെ അടിയിൽ ചിലപ്പോൾ വരും, ഓ ഈസി ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഇടും. പക്ഷെ അത് അവരെ തെറ്റ് പറയാൻ പറ്റില്ല, പുറമേന്ന് കാണുമ്പോൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് അത്ര എളുപ്പമായിരുന്നില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റുമോ നമ്മുടെ ജേർണി ഇങ്ങനെയാണ് അങ്ങനെയായിരുന്നു? ഇല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അതൊരു പ്രഷറാക്കി എടുക്കാതെ പെർഫോം ചെയ്യുക, പറ്റുന്ന പോലെ നന്നായി ചെയ്യുക, നന്നായി നിൽക്കാൻ പറ്റുമെങ്കിൽ നന്നായി നിലനിൽക്കും, അതൊരു ഭാഗ്യമാണ്. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ തിങ്ക് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നെപ്പോ കിഡ്സിന് എന്താ ഒരു പ്രശ്നം, നെപ്പോ കിഡ്സ് എന്താ പറയാ, അച്ഛനും അമ്മയും സിനിമയിലുള്ളവര്, അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ സിനിമയിലുള്ളവർ, പിന്നെ ഞങ്ങൾ എവിടെ പോകണം, സിനിമയിൽ വരണ്ടേ? എത്ര
അടിപൊളി ആക്ടേഴ്സ് ആണ് നമ്മുടെ നെപ്പോ കിഡ്സ്. പൃഥ്വിരാജ് ചേട്ടൻ, ദുൽഖർ സൽമാൻ, ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിൽ, ഫഹദ് ഫാസിൽ, എവറിബഡി ഈസ് നെപ്പോ കിഡ്. ഇവരൊക്കെ ഞങ്ങളുടെ ഇൻസ്പിറേഷൻ ആണ്. വിനീത് ശ്രീനിവാസൻ. പിന്നെ ഒറ്റയ്ക്ക് വന്നവരും അടിപൊളിയാണ്, ഇവരും അടിപൊളിയാണ്. ഉം. പിന്നെ എന്തത്ര പ്രശ്നം നെപ്പോ കിഡ്സിന്? എനിക്കതാ മനസ്സിലാവത്ത്. ഇപ്പോൾ ഇൻസ്റ്റയിലുള്ള റീൽസ് കാണുമ്പോഴല്ലോ പലപ്പോഴും പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് വെയിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് സംവിധായകരെ തിരക്കഥാകൃത്തുകളെ അങ്ങോട്ട് ഒരുപാട് അപ്രോച്ച് ചെയ്തിട്ടാണ് പലരും സിനിമയിലേക്ക് എൻട്രി കിട്ടുന്നത്. പക്ഷെ ഇപ്പോൾ സംവിധായകര് ഈ ഇൻസ്റ്റഗ്രാം റീൽ ചെയ്യുന്നവർ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ അതിന്റെ വലിയൊരു ഉദാഹരണമാണല്ലോ ഇപ്പോൾ വാഴ എന്ന സിനിമ. അപ്പോൾ ഇൻസ്റ്റഗ്രാം സത്യം പറഞ്ഞാൽ തുറന്നു വിടുന്ന ആ ഒരു പ്ലാറ്റ്ഫോം തുറന്നു വിടുന്ന അനന്ത സാധ്യതകളാണല്ലോ. ഇപ്പോൾ കല്യാണി തന്നെ ഇൻസ്റ്റയിൽ സജീവമാണ്. അപ്പോൾ ഇൻസ്റ്റയിൽ ഇപ്പോൾ സിനിമയിൽ ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ കിട്ടി, ഒരു നല്ല ഒരു നടിയായിട്ട് ഇപ്പോൾ മുൻനിരയിൽ അറിയപ്പെടുമ്പോഴും ഈ ഇൻസ്റ്റാ പ്ലാറ്റ്ഫോം ആ പാരലായിട്ട് തന്നെ തുടർന്ന് പോകുമോ? ഞാൻ തീർച്ചയായിട്ടും തുടർന്ന് പോകും. ബിക്കോസ് ഞാൻ ആദ്യമൊക്കെ എനിക്കൊരു തോട്ട് വന്നിരുന്നു, അയ്യോ ഇനിയിപ്പോൾ ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്താൽ പറ്റുമോ, ഒരു ആർട്ടിസ്റ്റ് അങ്ങനെയൊക്കെയാണ് വരുമല്ലോ. നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ ആഗ്രഹിച്ച് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യും. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്കൊരു ചവിട്ടുപടി ആയത് ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോം ആണെന്ന് എനിക്ക് തോന്നി. ഉറപ്പാണത് തീർച്ചയായിട്ടും. പക്ഷെ എൻ്റെ വീഡിയോ കണ്ടിട്ട് പലപ്പോഴും അമ്മയോട് അച്ഛനോട് പറയാറുണ്ട്, മോളുടെ ഡാൻസ് കാണാറുണ്ട്, നല്ലതാണ്. പക്ഷെ അത് വന്ന് ചില സമയത്ത് അമ്മ പറയും, അമ്മയോട് വന്നിട്ട് പറയുന്നത് ചിലപ്പോൾ എൻ്റെ കാര്യമായിരിക്കും, മോളുടെ ആ ഡാൻസ് സൂപ്പർ ആയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ സ്കൂളിൽ വരുമ്പോൾ കല്യാണിയുടെ അമ്മയല്ലേ, അത് ഒരു എനിക്ക് തോന്നുന്നു പ്രൗഡാണ്. ഡാൻസ് എനിക്കൊന്ന് പല ഡാൻസ് വീഡിയോസ് കണ്ടിട്ട് വിളിച്ചവരുണ്ട്. അതൊരു എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇവിടെ വന്നതും ഇങ്ങനെ നിൽക്കുന്നതും എൻ്റെ തുടക്കം അതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമും അങ്ങനത്തെ വീഡിയോസ് ഒക്കെ എനിക്ക് എന്നും ബേസാണ്. എപ്പോഴും പറ്റുന്ന പോലെയൊക്കെ ഞാൻ കൊണ്ടുപോകും. യെസ്. ഏതായാലും മധുവിധു വലിയൊരു സക്സസ് ആവട്ടെ. മലയാള സിനിമയിൽ ഒരുപാട് നല്ല സിനിമകൾ കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. താങ്ക് യു.